ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദുബായ് യാത്രയുടെ ഒരു ഭാഗം കൂടെ കാണിക്കാൻ പോവുകയാണ്. ഇത് ദുബായ് മാളിലെ പാർക്കിംഗ് ഏരിയയാണ്. വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയയാണ്. കണ്ണത്ത ദൂരത്ത് പാർക്കിംഗ് ഏരിയ കിടപ്പുണ്ട്. ഇവിടെ വാഹനം പാർക്ക് ചെയ്യാൻ വളരെ പ്രയാസമാണ്. എപ്പോഴും തിരക്കാണ്. പാർക്കിംഗ് കിട്ടുക തന്നെ വലിയ പ്രയാസമാണ്. എന്നാലും നമ്മൾ പാർക്കിങ്ങിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യം റൗണ്ടടിച്ച് വന്നെങ്കിൽ മാത്രമേ പാർക്കിങ്ങിൻ്റെ ഏതെങ്കിലും വേക്കൻ്റ് ആയിട്ടുള്ള സ്ഥലം കിട്ടുകയുള്ളൂ. വളരെ തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണ് പാർക്കിങ്ങിന്. ദുബായിൽ പാർക്കിംഗ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ ഫ്രീ പാർക്കിംഗ് ആണ്. പുറത്തൊക്കെ ആണെങ്കിൽ പേ ചെയ്യേണ്ടി വരും. പേ പാർക്കിംഗ് ആണ്. എന്നാലും പാർക്കിങ്ങിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർക്കിംഗ് വളരെ ഒരു വിഷയമാണ്. കാരണം അത്രയ്ക്ക് വാഹനങ്ങളുടെ ബാഹുല്യം ദുബായ് നഗരത്തിൽ തന്നെ ഉണ്ട്. വാഹനം ഓടിക്കുന്നതിൽ ഏതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. പക്ഷേ പാർക്കിങ്ങിന് വേണ്ടി അലയുക എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ദുബായ് മാളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് ഈ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നത്. പാർക്കിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മാളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. പാർക്കിങ്ങിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ ഒരു സ്പേസ് കിട്ടോ ആ ഭാഗത്ത് പാർക്ക് ചെയ്യുക. നിയമാനുസൃതമായിട്ടേ ആ സ്പേസ് നോക്കി നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. VIP പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. പാർക്കിംഗ് കഴിഞ്ഞ് നമ്മൾ ദുബായ് മാളിലേക്ക് കടക്കാൻ വേണ്ടി ഉള്ള ശ്രമത്തിലാണ്. ഇതാണ് ദുബായ് മാളിൻ്റെ എൻട്രൻസ്. വളരെ വിശാലമായ ഏരിയയാണ്. ഒരു ദിവസം കൊണ്ടൊന്നും ദുബായ് മാൾ കണ്ടു തീർക്കാൻ കഴിയില്ല. അത്രയ്ക്കും വിപുലമായ ഏരിയയാണ്. എത്ര കണ്ടാലും മതിവരാത്ത ഒരു അനുഭവമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഇതിവിടെ അടുത്ത് ഐസ് സ്കേറ്റിംഗ് ആണ്. കുട്ടികളും മുതിർന്നവരും വന്ന് സ്കേറ്റ് ചെയ്യുന്നു. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ദുബായ് മാളിലേക്ക് എൻട്രൻസ് ഫീസ് ഒന്നുമില്ല. എവർക്കും പോകാം. എല്ലാം ലോകോത്തര ബ്രാൻഡഡ് കമ്പനികളുടെ സാധനങ്ങൾ മാത്രമേ ഇവിടെ ലഭിക്കുകയുള്ളൂ. അവയെല്ലാം വൻ വിലകളുമാണ്. കൂടുതലും പ്രശസ്തരായ ആൾക്കാരാണ് ഇവിടെ പർച്ചേസിന് വരുന്നത്. അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഫുഡിനായാലും മറ്റ് സാധനങ്ങൾ വാങ്ങുന്നതിനായാലും വസ്ത്രങ്ങൾക്കായാലും ലോകവിപണിയിൽ ഒന്നാം തരം മാനുഫാക്ചർമാരുടെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ സെയിലിലേക്ക് വരുന്നത്. സ്കേറ്റിങ്ങിൻ്റെ അവിടെ നടന്ന് മുന്നോട്ട് പോവുകയാണ്. വളരെ ഭംഗിയുള്ള ബൃഹത്തായ ഒരു സമുച്ചയമാണ്. കിലോമീറ്ററോളം നടക്കേണ്ടി വരും. എസ്കലേറ്ററുണ്ട് ഓരോന്നിലും കയറാൻ വേണ്ടി. ലിഫ്റ്റുണ്ട്. ഏതുവേണം ഉപയോഗിക്കാം. എന്നാലും പരന്ന പ്രദേശങ്ങൾ ഓരോ ഫ്ലോറും വളരെ ഗംഭീരമായി രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്.
അടുക്കും ചിട്ടയുമാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ ക്ലീനാണ്. ഒരു തരി പൊടി പോലും കാണാൻ പറ്റില്ല. ഇതൊരു ദിനോസോറിൻ്റെ സ്കെൽട്ടനാണ്. ഒറിജിനാണോ എന്നറിയാൻ പാടില്ല, അതോ കൊമ്പുകൾ കൊണ്ട് നിർമ്മിച്ചതാണോ എന്നറിയാൻ പാടില്ല. അവിടെ നിന്ന് നമ്മൾ ഗോൾഡ് സൂക്കിലേക്ക് വന്നു. ഇത് ഗോൾഡ് സൂക്കിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. വിസ്മയിപ്പിക്കുന്ന ഭംഗിയുള്ള ഗോൾഡ് ഉൽപ്പന്നങ്ങൾ, ഗോൾഡ് ആഭരണങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ഓരോ ഷോപ്പുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മേൽക്കൂരയുടെ ഭംഗി തന്നെ വളരെ ശ്രദ്ധേയമാണ്. സൂക്കെന്ന് വെച്ചാൽ ചന്ത, സ്വർണം കച്ചവടം ചെയ്യുന്ന ചന്ത എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ സൂക്കിനകത്ത് തന്നെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളുണ്ട്, സുഗന്ധ വ്യഞ്ജനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ വീട്ടാവശ്യത്തിനുള്ള പാത്രങ്ങളും മറ്റു കാര്യങ്ങളും വിൽക്കുന്ന ഏരിയയുണ്ട്. എത്ര പറഞ്ഞാലും മതി വരില്ല. ദുബായ് ഒരു അത്ഭുതം തന്നെ. ഈ സൂക്കുകളിൽ കൂടെ കണ്ട് നമുക്ക് നടക്കാം, പർച്ചേസ് ചെയ്യാം. പക്ഷേ കേരളീയർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കില്ല ആഭരണങ്ങൾ ഇവിടെ പണിതിട്ടുള്ളത്. കേരളത്തിൻ്റെ പ്രശസ്തമായ ജുവലറികളും ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് ചിലപ്പോൾ മലയാളികൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്വർണ്ണാഭരണം വാങ്ങാം, അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ കൊടുത്താൽ ആ രീതിയിൽ അവർ തയ്യാറാക്കി തരും. വളരെ ഒരു വിസ്മയ പ്രപഞ്ചമാണ്. വിദേശികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. ഇവിടുത്തെ നാട്ടുകാർ വളരെ കുറവായിട്ടേ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ വന്ന് ജോലി ചെയ്ത് പോകുന്ന ആൾക്കാർ വീണ്ടും ദുബായ് മാളിലേക്ക് കടക്കുകയാണ്. ദുബായ് മാൾ ഒരു അത്ഭുത കാഴ്ച തന്നെ കാണാൻ കഴിയുന്നു. എല്ലാവരും കുടുംബസമേതമായിട്ടാണ് വരുന്നത്. അത് ഇവിടുത്തെ ലോക്കൽസ് ഉണ്ട്. ലോക്കൽസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ജനത. അവർ കുടുംബവും കുഞ്ഞുങ്ങളുമായിട്ടാണ് വരുന്നത്. വളരെ രസകരമായ രീതിയാണ്. കൂടുതലും ക്യാമറ അവരെ മുന്നിലേക്ക് തിരിക്കാൻ പറ്റില്ല. അവർ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള രീതിയിലാണ് ക്യാമറ അങ്ങോട്ട് തിരിക്കാത്തത്. എല്ലാം നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. വലിയ വലിയ ഉൽപ്പന്നങ്ങളുടെ സ്ഥാപനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇഷ്ടംപോലെ നിലകളായി അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോന്നിലേക്കും പോകാൻ ലിഫ്റ്റിന് സൗകര്യമുണ്ട്. നടക്കാമെന്ന് വെച്ചാൽ യഥേഷ്ടം നടക്കാൻ കിലോമീറ്ററുകളോളം നടക്കേണ്ടി വരും. അത്രയ്ക്ക് ബൃഹത്തായ ഒരു സംഭവമാണ്. ഇതും വലിയൊരു ഷോപ്പാണ്. അതുപോലെ തന്നെ കഫ്റ്റീരിയ ആവശ്യം പോലെ ഉണ്ട്. പല രാജ്യങ്ങളും, തായ്ലാൻഡ്, ചൈന, ഇങ്ങനെയുള്ള. ഇത് ദിനോസോറിൻ്റെ സ്കെൽട്ടൻ്റെ ഒരു ഭാഗമാണ്. അതിവിടെ ഗ്ലാസ്സിൽ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ചിത്രങ്ങളെടുക്കാൻ ആൾക്കാർ ഒരുപാട് പേര് ഉണ്ട്. നല്ല തിരക്കാണ്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഈ ഇതിൽ വിവരിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും.
വളരെ ഭംഗിയുള്ളൊരു നിർമ്മിതിയാണ്. ഇത് ഇവിടുത്തെ മറൈൻ അക്വേറിയമാണ്. കംപ്ലീറ്റ് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് വലിയൊരു അക്വേറിയമാണ് ഈ അക്വേറിയം. ഇവിടെ കടലിൽ ജീവിക്കുന്ന എല്ലാതരം മത്സ്യങ്ങളും മറ്റ് ജന്തുക്കളും പവിഴപ്പുറ്റും പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ജീവികളും ഇവിടെയുണ്ട്. കടലാമ, തിരണ്ടി, സ്രാവ്. ഇതിനകത്ത് തന്നെ ജീവനക്കാർ എപ്പോഴും വ്യാപൃതരാണ്. അവർ ഇതിനകത്ത് പ്രവേശിച്ച് എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള വസ്ത്രങ്ങളും ഓക്സിജൻ സിലിണ്ടറും എല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ട്. സ്കൂബ ഡൈവിംഗ് പോലുള്ള സംഭവങ്ങൾ വളരെ രസകരമാണ് കണ്ടു നിൽക്കാൻ. സമയം പോകുന്നത് തന്നെ അറിയില്ല. മത്സ്യങ്ങളുടെ ഈ ഒരു ഒഴുക്ക് തന്നെ കാണാൻ ഭയങ്കര രസമാണ്. ശരിക്കും കടലിനടിയിൽ കാണുന്ന ഒരവസ്ഥയാണ്. വളരെ ഭംഗിയുള്ള നിർമ്മിതിയാണ്. ആയിരക്കണക്കിന് മത്സ്യങ്ങൾ തന്നെ ഉണ്ട്. അതിനുവേണ്ടി പ്രത്യേക രീതിയിലുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്.